അങ്ങനെ നമ്മുടെ ശ്രുതി എല്ലാവരെയും പറ്റിച്ചു എന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ മീരയെ വിളിച്ച് അറിയിക്കേണ്ടത്. മീരോട് പറയുന്നുണ്ട് ഞാൻ പായസമൊക്കെ വെക്കുന്നുണ്ട്, എന്തായാലും എല്ലാവർക്കും മധുരം കൊടുക്കാൻ വിചാരിച്ചിട്ട് എല്ലാവരും മണ്ടന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തിൽ പായസമൊക്കെ വെക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സച്ചി രേവതിയും കയറി വരുന്നത്. എല്ലാ കള്ളത്തരം ശ്രുതിയുടെ മനസ്സിലാക്കിയിട്ടാണ് കയറി വരുന്നത്. എന്തായാലും വന്നുകൊണ്ട് നമ്മുടെ സച്ചി പറയുന്നത് ഒന്ന് ശ്രുതിയോട് ഇളയച്ചനെ വിളിക്കാൻ പറയുന്നുണ്ട്. ഇളയച്ചനെയോ ഇപ്പോൾ വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇളച്ചാപ്പം എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുംബൈയിലോ? ഓ അതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി വിളിക്കുന്നുണ്ട്, ഇളയച്ചാന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബീരാൻ കയറി വരുന്നുണ്ട്. ബീരാൻ കയറി വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇയാൾ ആരുടെ ഇളയച്ചനല്ല, ഇയാൾ മാളുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മാവനാണെന്നൊക്കെ പറയുന്നുണ്ട്, ഫെബിൻ്റെ അമ്മാവനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇളയച്ചൻ പറയുന്നുണ്ട് ഇവരൊക്കെ പറഞ്ഞതൊക്കെ സത്യമാണ്, ഞാൻ ആരുടെ ഇളയച്ചനല്ല, എൻ്റെ പേര് ജയരാജനാണെന്നൊക്കെ പറയുന്നുണ്ട്. രവി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ മരിച്ചു, അതൊക്കെ സത്യമല്ലേ പമ്പയ്യ, അതൊക്കെ നുണയാണ്, ഞാൻ പറഞ്ഞതൊക്കെ നുണയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ ഒന്നും പറയാൻ പറ്റാതെ തലയും താഴ്ത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ രവിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും നാളെ ചന്ദ്രൻ നമ്മുടെ ശ്രുതിയെ പിടിച്ച് പുറത്തേക്ക് ആക്കും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.